നമുക്കൊരു വീഡിയോയിൽ വന്ന കമൻ്റ് ആയിരുന്നു ഈ CHSL എക്സാമിൻ്റെ പോസ്റ്റ് ഡീറ്റെയിൽസ്. ഏതൊക്കെ പോസ്റ്റിലോട്ടാണ് CHSL എക്സാമിന് ഇപ്പോൾ നമുക്ക് പരീക്ഷ എഴുതി കയറാൻ പറ്റുന്നത്. അപ്പോൾ നേരത്തെ 2021 വരെ അല്ലെങ്കിൽ അതിന് മുന്നോട്ട് വരെ നമുക്ക് പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു പോസ്റ്റ് CHSL എക്സാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഒരുപാട് വേക്കൻസി അവിടെ വരുന്നുണ്ടായിരുന്നു. ഒരുപാട് കോമ്പറ്റീഷനും ആ ഒരു CHSL എക്സാമിന് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് CGL-ലോട്ട് മാറ്റിയിട്ടുണ്ട്, പോസ്റ്റൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ ഇനി ബാക്കി ഏതൊക്കെ പോസ്റ്റുകളാണ് നമ്മളുടെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് ഉള്ളതെന്ന് നോക്കാം. ഇത് 2022 ഇവരുടെ ഓപ്ഷൻ ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എല്ലാ DV ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നടക്കുന്ന സമയത്ത് ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളതെന്നെല്ലാം ഈ ഒരു ഓപ്ഷൻ ഫോമിൽ നിന്നും അറിയാൻ പറ്റും. എല്ലാ എക്സാമിൻ്റെയും നമുക്കിങ്ങനെ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഉള്ള പോസ്റ്റുകൾ നോക്കേ, ഇങ്ങനെ L01 കോഡ് തൊട്ട് L51 വരെ 51 പോസ്റ്റുകളാണ് നമുക്ക് കഴിഞ്ഞ CHSL 2022 ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റുകളാണ് JSO എന്ന് പറയും, JSA എന്ന് പറയും. L01 ഇതാണ് ഡയറക്ടറേറ്റ് ജനറൽ BRO ബോർഡർ റോഡ്സിൻ്റെ BROയുടെ ഉള്ള LD ക്ലർക്ക് അല്ലെങ്കിൽ JSA. LD ക്ലർക്കാണ് നമ്മുടെ LD ക്ലർക്ക് ലെവലാണ്. പക്ഷേ നമ്മുടെ PSC ഉള്ള LD ക്ലർക്കിനേക്കാളും സാലറി കൂടുതലായിരിക്കും. പിന്നെ ഇതിൻ്റെ പോസ്റ്റിനെ പറ്റിയും ജസ്റ്റ് ഇതിൻ്റെ പോസ്റ്റിങ്ങിനെ പറ്റിയെല്ലാം ഒന്ന് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ചെറിയൊരു വീഡിയോയിൽ പറയാം. അതുപോലെ ക്യാൻറ്റീൻ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഇപ്പോൾ ഇത് ഡിഫൻസിൻ്റെ അണ്ടറിലുള്ളതാണ്. ഇത് നമുക്ക് അവരുടെ ഇതായിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസൊക്കെ കിട്ടും. CAT സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ CBIയിലുണ്ട്. CBIയിലേക്ക് എന്താണ് LD ക്ലർക്കാണ് അല്ലെങ്കിൽ JSA എന്ന് പറയുന്ന പോസ്റ്റാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി, മിനിസ്ട്രി ഓഫ് പവറിൽ, വിജിലൻസ് കമ്മീഷനിലുണ്ട്, പാസ്പോർട്ട് ഓഫീസിലുണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. ഈ JSA നമ്മുടെ പാസ്പോർട്ട് ഓഫീസിലുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു പോസ്റ്റാണത്. കൺട്രോളർ ജനറൽ അക്കൗണ്ട്സ്, മിനിസ്ട്രി ഓഫ് ഫൈനാൻസിലുണ്ട്. ഡിഫൻസിൽ, അതേപോലെ കസ്റ്റംസ്, എക്സൈസ് സർവീസ് ടാക്സിൽ JSA ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഫൈനാൻസിൽ LD ആയിട്ട് കയറാം. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തൃശ്ശൂർ ഒക്കെ വേക്കൻസി വരാറുള്ളതാണ്. ഫിഷറീസ് ഉണ്ട്, അനിമൽ ഹസ്ബൻഡറി ഉണ്ട്, കൺസ്യൂമർ അഫെയർസ്, ഫോറൻസിക് സയൻസ് ആൻഡ് സർവീസസ്, പിന്നെ ലാൽ ബഹദൂർ ശാസ്ത്രി അക്കാഡമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് അഡ്മിൻ, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിനിസ്ട്രി ഓഫ് കൾച്ചർ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, എല്ലാം മിനിസ്ട്രിയാണ്. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ്, മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസ്, ഓഫീസ് ഓഫ് കൺട്രോളർ ജനറൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, മിനിസ്ട്രി ഓഫ് ഹോം അഫെയർസിലുണ്ട്. ഇതൊക്കെ നല്ല പോസ്റ്റുകളാണ്. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫെയർസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് മൈൻസ് ഉണ്ട്, ലേബർ എംപ്ലോയ്മെൻ്റ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്, അതുപോലെ സയൻസ് ആൻഡ് ടെക്നോളജി, അങ്ങനെയുള്ള ഒരുപാട് ഫൈനാൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഷിപ്പിങ്ങിലുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലുണ്ട്. ഇതൊക്കെ നല്ല പവർഫുൾ പോസ്റ്റുകൾ. ഇതൊക്കെ വളരെ കുറച്ച് പേർക്ക് കിട്ടത്തുള്ളൂ. ഇലക്ഷൻ കമ്മീഷനിലൊക്കെ വളരെ കുറച്ച് വേക്കൻസി കാണത്തുള്ളൂ. ഇൻകം ടാക്സ് അപ്പലേറ്റ് കമ്മീഷൻ ട്രിബ്യൂണലുണ്ട്, IMDയിലുണ്ട്, IBയിലുണ്ട്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൽ, ടൂറിസത്തിൽ, JS അങ്ങനെയുള്ള സ്ഥലത്ത് രാജ്യസഭാ വിഭാഗ്. അപ്പോൾ ഇതിനകത്തൊക്കെ കുറവായിരിക്കും, ഭയങ്കര കുറവായിരിക്കും വേക്കൻസീസ്. രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, വാട്ടർ റിസോഴ്സസ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് CBNയിലുണ്ട്. അതേപോലെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A. അപ്പോൾ ഇതിന് എന്ത് വേണം? ടൈപ്പിംഗ് സ്പീഡ് നല്ല രീതിയിൽ വേണം. ഇപ്പോൾ D50 കൺട്രോൾ CAGയിൽ നമ്മളുടെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ DEO എന്ന് പറയും. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനിമൽ ഹസ്ബൻഡറി, ഇവിടെ എന്തുണ്ട്? DEO. ഇത് ടൈപ്പിംഗ് ആയിരിക്കും മെയിനായിട്ടും. അപ്പോൾ ഇത്രയും പോസ്റ്റുകളാണ് നമ്മളുടെ ഈ ഒരു CHSL എക്സാമിന് വേണ്ടി ഉള്ളത്. ഇതതിൻ്റെ ഡിക്ലറേഷനൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് സമയത്ത് നമുക്ക് ഈ പോസ്റ്റൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരുപാട് വേക്കൻസി വരുന്നതായിരുന്നു. പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ഒരുപാട് വേക്കൻസി വരുന്ന നമുക്ക് കേരളത്തിലായാലും 1000 അല്ലെങ്കിൽ 400-500 വേക്കൻസി മിനിമം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ജോലി കിട്ടുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അത് CGL-ലോട്ട് മാറി. അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുള്ളവരുടെ കോമ്പറ്റീഷൻ അത്യാവശ്യം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നും പറഞ്ഞ് പരീക്ഷ എഴുതാതിരിക്കുന്ന ആൾക്കാരല്ല, ഇതെല്ലാം നല്ല പോസ്റ്റുകളാണ്. പക്ഷേ ഇത് കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞിരിക്കുന്നു. പണ്ടത്തെ അപേക്ഷിച്ച് CHSL വഴി കേരളത്തിൽ കിട്ടാനുള്ള ചാൻസ് കുറഞ്ഞിരിക്കുന്നു. പക്ഷേ ബാക്കിയുള്ള ഈ ഒരു മിനിസ്ട്രിയൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊമോഷനിലോട്ട്, ഒരുപാട് പ്രൊമോഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ നല്ലൊരു മിനിസ്ട്രീസിലോട്ടൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ തന്നെ നിൽക്കണമെന്നുള്ളവർക്ക് കുറച്ച് പ്രയാസമായിരിക്കും. പക്ഷേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കുറഞ്ഞിരിക്കുന്നു. പിന്നെ നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ CHSL-ൻ്റെ പോസ്റ്റിനെ പറ്റിയുള്ള ആ ഒരു ഡൗട്ട് തീർന്നെന്ന് വിശ്വസിക്കുന്നു. UDC പോസ്റ്റുകളെല്ലാം ഇപ്പോൾ CGL-ലാണ്. ഇത് ലെവൽ 4 വരെയുള്ള പോസ്റ്റുകളായിരിക്കും ഇവിടെ ഉള്ളത്. ഓക്കെ, ലെവൽ 4, ലെവൽ 2 ഒക്കെയാണെന്ന് തോന്നുന്നു LDC. ലെവൽ 2, ലെവൽ 3 വരെയാണ് മാക്സിമം. ലെവൽ 4 തൊട്ട് എനിക്കൊന്ന് CGL-ലാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റുകളെ പറ്റി ഇനി അറിവില്ലായ്മ വേണ്ട. എന്ത് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മളുടെ പോസ്റ്റുകളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിലുണ്ട്.
എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കണ്ടുപഠിക്കുക. അർജുന 2.0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും CHSL ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, റെയിൽവേ ആയിക്കോട്ടെ, എല്ലാത്തിനും വേണ്ടിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ ഏകലവ്യ ബാച്ച്, അർജുന ബാച്ച്, അങ്ങനെയുള്ള ഒരുപാട് മെയിൻസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ എല്ലാം ചാനലിലുണ്ട്. നിങ്ങളതെല്ലാം കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.